ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? അങ്ങനെ അടുത്തൊരു മോർണിംഗുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി റൂട്ടീൻസ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെയിലി വ്ളോഗാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണോ ഞാൻ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് രാവിലെ തന്നെ ഉമ്മാക്ക് ചായ ഉണ്ടാക്കുകയാണ്. എനിക്ക് ഈ പരിപാടി ഇല്ല കേട്ടോ, ചായ കുടി എന്ന് പറയുന്നത്, കാൽ ചായ കുടിക്കുക എന്ന് പറയുന്നത് അതെനിക്കില്ല. എനിക്കിഷ്ടമല്ലേ കാൽ ചായ, കട്ടൻ ചായ. പോകണമെങ്കിൽ തന്നെ ഞാൻ വെള്ളം കുടിക്കും. അപ്പോൾ ചായ എപ്പോൾ തിളച്ച് പോയാൽ അതിന് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ പാലപ്പുറത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചു. ഉമ്മാക്ക് പാല് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞ് ഒരു 11 ഉമ്മക്ക് പാല് കൊടുക്കണം. അപ്പോൾ മക്കളൊക്കെ കിടന്ന് ഉറങ്ങുക കേട്ടോ. അവർക്കിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ അവിടെ ആക്കി വെച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ചായയൊക്കെ ഒന്ന് അരിച്ച് ഗ്ലാസ്സിലാക്കിയിട്ട് നന്നായി ആറ്റി കൊടുത്തിട്ട് ഞാൻ ഉമ്മാക്ക് ചായ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഉമ്മ അതവിടെ നിന്ന് കഴിച്ചിട്ട് ഉമ്മ റൂമിലേക്ക് പോയിട്ട് ഓടാനുള്ള പോയി. അപ്പോൾ ഉമ്മ അതവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഞാനിതാ കുട്ടിനുള്ള ചൂടുവെള്ളം ആക്കാൻ വേണ്ടി ഞാനിതാ കപ്പിൽ ചൂടുവെള്ളമൊക്കെ എടുത്ത് പുട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജ്മയുടെ പുട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അജ്മയുടെ പുട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം നല്ല നൈസായ പൊടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും നല്ല നൈസായിട്ടുള്ള പൊടിയും നല്ല ടേസ്റ്റുള്ള പുട്ടും കഴിക്കുന്നുണ്ട് അജ്മയുടെ പൗഡർ മേടിച്ച് വെക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇന്നലെ വന്നു കേട്ടോ. നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാണ് നീ പുട്ടിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അജ്മയുടെ പൗഡറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കടലക്കറി ഞാൻ കടല തലേ ദിവസം തന്നെ വേവിച്ച് വെക്കും കേട്ടോ. എനിക്ക് രാവിലെ കടല വേവിക്കാൻ ഒരുപാട് ടൈം വന്നു. കാരണം ഇപ്പോഴത്തെ കടലക്കൊക്കെ ഭയങ്കര വേവാണ്. അപ്പോൾ അത് കാരണം ഞാൻ തലേ ദിവസം തന്നെ കടല വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സബോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കണം. ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കപ്പ് വെച്ച് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ സബോളയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് ഞാൻ തന്നെയാണ് ഈ കുക്കറിൻ്റെ തന്നെയാണ് ഞാൻ പുട്ടും വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എനിക്ക് അടിയിൽ വേണം. അതിനനുസരിച്ച് എനിക്ക് തക്കാളിയും സബോളൊക്കെ വെന്ത് കിട്ടും വേണം. അപ്പോൾ അതിലേക്കുള്ള പാൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവസാനത്തെ ഇതാണ് പാല്. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടിന് ഇതൊക്കെ നിറച്ചു കുക്കറിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കും കേട്ടോ. അത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിലൊരു 4-5 ബാലൻസ് ഉണ്ട്. അപ്പോൾ കടലക്കറി കൂട്ടി ചപ്പാത്തി കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ 4-5 ചപ്പാത്തിയും ഞാൻ വെച്ചു. ഇതേപോലെ കുക്കറിൻ്റെ മേലെ ഞാൻ കടല അടിയിലും ഉണ്ട്, പുട്ട് മേലെയുണ്ട്. അപ്പോൾ അത് രണ്ടും എനിക്ക് വെന്ത് കിട്ടും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഈസിയാണ് കേട്ടോ. രണ്ടും ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കായി കിട്ടും. അപ്പോൾ എൻ്റെ പുട്ടും ആയി, കടലക്കറിയും ആയി, ചപ്പാത്തിയും ആയി കിട്ടും മോർണിംഗിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഈസിയൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. കടല തലേ ദിവസം വേവിച്ച് വെക്കാം. അതേപോലെ ഇപ്പോൾ സ്കൂളിൽ സബോളയും തക്കാളിയും നമുക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ടിഫിനിലാക്കി വെച്ചിട്ട് ഇതേപോലെ രാവിലെ എടുത്തിട്ട് നമുക്ക് നന്നായി ഈസിയായി പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് തിരക്കുള്ളപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ ഇത്തിരി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. വാഷിങ് പിന്നെ ദിവസം ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം അത് നിർബന്ധമായ കാര്യമാണ്. എത്രത്തോളം ഒരുപാടുണ്ടാവും. ഇപ്പോൾ പിള്ളേർ കളിച്ച് വന്നിട്ടും അങ്ങനെ ആയിട്ടൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ എന്നും ഈ പരിപാടി ഉണ്ട്.
അപ്പോൾ അത് നമ്മുടെ കടല ഒക്കെ നന്നായി വെന്തു. ഞാനതിൽ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും വെന്തു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ അതിൽ. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഞാനൊരു 3/4 കപ്പ് തേങ്ങയുടെ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനത് താളിക്കാനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ചെറിയുള്ളിയും ജീരകവും പെരുംജീരകമൊക്കെ പിന്നെ വേപ്പിൻ്റെ ഇല, മല്ലിയില, കടുക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, കടുകല്ല കേട്ടോ, ഉലുവ, തെറ്റി പറഞ്ഞാണേ, ഉലുവ. അപ്പോൾ ഉലുവയും പെരുംജീരകവും കടുക് ഇതപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുകും പിന്നെ അതേപോലെ എന്താ പറയുക ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാണ് വരെ വഴറ്റി കൊടുത്തിട്ട് അത് താളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ താളിച്ചെടുക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. ആ ഉലുവയുടെയും പെരുംജീരകത്തിൻ്റെ ഉള്ളിയുടെ ഒക്കെ സ്മെല്ല് നന്നായി കിട്ടും. പിന്നെ അവിടുത്തെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നാടൻ വെളിച്ചെണ്ണയാണ്. ഞാൻ ഇവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കത് എടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ല സൂപ്പർ കടലക്കറി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പുട്ടും നല്ല കടലക്കറി ഉണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ടും ആവി പറക്കുന്ന കടലക്കറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നായക്കുട്ടൻ സുട്ടോനുണ്ടല്ലോ, അതിന് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. അപ്പോൾ അത് മോർണിംഗ് അതിനുമുണ്ടല്ലോ, അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ നേരത്തെ ഒരു ഇത്തിരി തലേ ദിവസം ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ അതും പിന്നെ ഒരു എഗ്ഗ് പൊരിച്ചിട്ട് അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ഇട്ട് കൊടുക്കൂട്ടോ. അപ്പോൾ അത് നല്ല വയറ് നിറച്ചിട്ടായി കഴിച്ചോളും. അപ്പോൾ ആ ഒരു ജോലിയും കഴിഞ്ഞു എൻ്റെ. ഇനി അടുത്തത് ഉമ്മാക്ക് കഞ്ഞി വെക്കണം. അപ്പോൾ കഞ്ഞി നന്നായിട്ട് അരിയൊക്കെ നന്നായി കഴുകിയിട്ട് അത് അടുപ്പത്ത് ഇതേപോലെ ഈ ഒരു ചെറിയൊരു കുറ്റി പോലത്തെ ഒരു പാത്രത്തിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതും തലേ ദിവസത്തെ ഉണ്ടാക്കിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറമ്പിൽ തെങ്ങിൻ്റെ ഒരു കുഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൊണ്ടുപോയി ആ ഒരു വേസ്റ്റ് അതിൽ കൊണ്ടുപോയി കൊട്ടും. അപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ കൊട്ടുമ്പോൾ അത് നമുക്ക് വളമായിട്ട് മാറുമല്ലോ. പിന്നെ ഇക്ക പോവാൻ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് ഇക്കാറതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇക്ക അത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് വെള്ളം വേണം. അപ്പോൾ വെള്ളം കൊണ്ടു കൊടുത്തു. പിന്നെ സോക്സ് വേണമെന്ന് പറഞ്ഞു, അത് കൊണ്ടു കൊടുത്തു. പിന്നെ അയൺ ചെയ്യാനുള്ള ഷർട്ട് കവറിലാക്കി തരാൻ പറഞ്ഞു, അത് കൊടുത്തു. അപ്പോൾ ഇക്ക വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ കുപ്പിയും അതൊക്കെ ഞാനാണ് വണ്ടിയിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കൂട്ടത്. അപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ മാങ്ങയൊക്കെ വണ്ടിയുടെ മേലെ തട്ടിയിട്ട് അതിനൊക്കെ ഡാമേജ് വരുന്നുണ്ട്. പക്ഷെ വേറെ നിവർത്തില്ല, ഞങ്ങൾക്ക് തിരിക്കാൻ വേറെ സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ ഈ തിരിക്കുന്നിടത്ത് തന്നെയാണ് വണ്ടി മാങ്ങ ഉണ്ടായി നിൽക്കുന്ന, ഒരു നിവർത്തിയുമില്ല. അപ്പോൾ എന്നാൽ പൊട്ടിച്ചെടുക്കാനും തോന്നുന്നില്ല അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ലഞ്ചിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പവിഴം മട്ട റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല മട്ട റൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി അത്യാവശ്യം കുക്കറിൽ വെള്ളം ഒഴിച്ച് അതൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി അതവിടെ ഇരുന്നിട്ട് ഒരൊറ്റ വിസിലായി കഴിഞ്ഞാൽ ചോറ് റെഡിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറിക്കുള്ള പരിപാടികളെല്ലാം നോക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഒരു ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു ഞാൻ. എന്നിട്ട് പിന്നെ അത് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് ഒന്ന് പൊരിയിപ്പിച്ചെടുക്കും. അപ്പോൾ ചോറിൽ നിന്ന് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഈ കറി. അപ്പോൾ അതിന് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോൾ, നല്ല പഴുത്ത മാങ്ങ ആകുമ്പോൾ നമുക്ക് തൊലിയൊക്കെ ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ചെത്തി എടുത്താൽ മതി. ഒരു ലേശമൊക്കെ ചെത്തി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അടിയിലൊരു പാത്രം വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഉരിഞ്ഞെടുത്തിട്ട് ഒരു 3-4 മാങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കട്ടോ. അപ്പോൾ ചട്ടിയിൽ 4 മാങ്ങ, ഒരു അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് മുളകും പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി,
പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതേപോലെ 3 പീസ് ചുവന്നുള്ളിയും ഒരു തരി നല്ല ജീരകവും ഒരു അരമുറി തേങ്ങയും എടുത്തിട്ട് നന്നായി മിക്സിയിൽ ഒരിത്തിരി വെള്ളവും അതേപോലെ ഒരു ബൗള് തൈരും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ അരപ്പ് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ഈ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കണം. അപ്പോൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ 2-3 പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ എടുത്തിട്ട് കറിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കറിയായി മാറുന്നില്ലേ? അത് കഴിക്കാനും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മുടെ ചോറും അവിടെ മൊരിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരും ക്ലീനിങ്ങിലും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കും. അപ്പോൾ ഞാൻ ആ ഹോളും കാര്യങ്ങളൊക്കെ അടിച്ച് കോരി കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് ഇവിടെയും ഇത് ഫസ്റ്റ് കിച്ചണാണ്, പിന്നെ സെക്കൻഡ് 2 കിച്ചണുണ്ട്. ഇത് നമ്മൾ ഫുഡ് കഴിക്കും, അതേപോലെ സെർവിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ പോകുന്നുണ്ട്. അതിൽ സ്റ്റോർ റൂമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണും അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുടക്കാൻ നിൽക്കുള്ളൂ. അതിനിടയിൽ ബേസൻ കഴുകാനുണ്ട്, സ്ലാബ് തുടച്ചിടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൂടെ ഈ അടിച്ചു വാരിയിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റൗ ഏരിയയും കാര്യങ്ങളും അതിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് അതിൽ ഡെറ്റോളും അതേപോലെ വിമ്മിൻ്റെ ലിക്വിഡും കൂടിയിട്ട് അടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ക്ലീനായി കിട്ടും കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ ഇതായ കാരണം സോപ്പ് വെച്ച് ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ക്ലീനായി കിട്ടും. പിന്നെ കമ്പിയൊന്നും വെച്ച് ഉരയ്ക്കലില്ല. ഇങ്ങനെ ഇതേപോലെ നല്ല ഈ ഒരു തുണിക്കെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഹാർഡും ഒരു ഭാഗം സോഫ്റ്റുമാണ്. അപ്പോൾ ഹാർഡായ ഭാഗത്ത് നന്നായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം പിന്നെ സോഫ്റ്റായ ഭാഗം കൊണ്ട് ഞാൻ കഴുകിയെടുത്ത് പിന്നെ സോഫ്റ്റായ ഭാഗം കൊണ്ട് ഉരച്ചെടുക്കും. അപ്പോൾ കിച്ചണും കൂടി അടിച്ചു വാരി കോരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അലക്കിയത് തോരയിടാൻ വേണ്ടി പോകണം. അപ്പോൾ 2 ബക്കറ്റ് പോലും ഞാൻ മെഷീനിൽ അലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ടെറസിൽ കൊണ്ടുപോയിട്ട് ഇടണം. അപ്പോൾ എൻ്റെ ബാക്കി പണികളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോയിൽ കണ്ടു നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കും കമൻസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചത്. അപ്പോൾ അത് കുറേ അടക്കയുണ്ട്, അതൊക്കെ പൊളിച്ച് ഇനി സെയിൽ ചെയ്യണം. അപ്പോൾ അത് അവിടെ കിടന്ന് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇരുന്ന് പൊളിക്കും. പൊളിച്ചതിന് ശേഷം ചാക്കിലാക്കിയിട്ട് ടൗണിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടക്കൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നല്ല റേറ്റാണ്. അപ്പോൾ അത്യാവശ്യം വില കിട്ടുന്നുണ്ട്. അടക്കൊക്കെ അടക്ക ചിരട്ട സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ചതിനാണ് റേറ്റ്, പൊളിക്കാത്തതിന് അത്ര റേറ്റ് ഇല്ല. പൊളിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് വില കൂടുതൽ കിട്ടുക. അപ്പോൾ ഡ്രസ്സെല്ലാം നന്നായിട്ട് വിരിച്ചിട്ടു. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ടെറസിലേക്ക് വരിക എന്ന് പറഞ്ഞത് തന്നെ ടാസ്ക്കാണ്. അപ്പോൾ ടാസ്ക്കൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങോട്ട് ബക്കറ്റും കൈപ്പിടിച്ച് കയറണമെങ്കിൽ കോണിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കയറ്റും. അപ്പോൾ ഇത് സിസ്റ്ററിൻ്റെ ഹൗസാണ്. ഞങ്ങൾക്ക് ടെറസിൽ നിന്ന് അവരെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാം. അപ്പോൾ തോരടാനുള്ളതൊക്കെ വിരിക്കാനുള്ളതൊക്കെ പിന്നും കുറേ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. വിരിച്ചതിന് ശേഷം ഞാനിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ അവസ്ഥ കണ്ടില്ല, നമ്മൾ സുട്ട് ഇവിടെയാണ് കിടക്കുക. അപ്പോൾ കിടക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു തട വെച്ചിരിക്കുന്നത്. പിന്നെ കോണിയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ കോണി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട്
ചാടാൻ. എങ്ങാനും കാൽ തെറ്റിയ തലയും കുത്തി നിലത്തേക്ക് വീഴും. അങ്ങനെ ഇതേപോലെ കുഞ്ഞു പടിയാണുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇറങ്ങി വന്നു, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ തുടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരിത്തിരി ഡെറ്റോൾ ഞാൻ ഒഴിച്ചിട്ടാണ് കിച്ചൺ നന്നായി തുടക്കുന്നത്. എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫാനൊക്കെ ഓണാക്കി എന്നിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഫുള്ള് ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെറ്റ്സിൻ്റെ കൂടിൻ്റെ അവിടെയും അതേപോലെ അപ്പോൾ നമ്മൾ ലൂമി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആളെ ഞാൻ ഉണർത്താതെ ഞാൻ ആ ഭാഗം കൂടിയും തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അവനെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ അത് പാവല്ലേ, ഉറങ്ങല്ലേ. എന്നാലും ആളതിൻ്റെ ഇടയിലൊക്കെ ഉണരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തല പൊക്കി നോക്കണമൊക്കെ ഉണ്ട് ഞാൻ തുടക്കുമ്പോഴൊക്കെ. ഞാൻ കഴിഞ്ഞ് ഞാൻ സുട്ടൂന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിന് മുന്നേയായിട്ട് ഞാൻ ചവിട്ടി കൊട്ടിയിട്ട് കിച്ചണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സുട്ടൂനുള്ള കോഴിമുട്ട ഇതാ പൊരിച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്യും ആയിട്ട് ഇതാ പോകണം. അപ്പോൾ മൂപ്പരും കരയുന്നുണ്ട്, ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരിത്തിരി ഇതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ക്യാറ്റ് ഫുഡ് ഉണ്ടെങ്കിൽ അതും ഞാൻ സുട്ടൂന് കുറച്ച് കൊടുക്കും കേട്ടോ, കുറേ ഒരു ടേസ്റ്റ് കിട്ടാം. കോഴിമുട്ടയും ക്യാറ്റ് ഫുഡും കൂടി ആഡ് ചെയ്തിട്ട് കേട്ടോ ഞാൻ കൊടുക്കുക. അപ്പോൾ സുട്ടൂനോട് പറയുന്നുണ്ട് നിനക്ക് ഫുഡ് വേണ്ടേന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് ഇങ്ങനെ ഉറങ്ങുകയാണ്. വേണം എന്നുള്ളതിൽ ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആളെ ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ കയറ്റി. എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി ഫുഡെല്ലാം കൊടുത്തു. പെറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ നീറ്റാക്കി. ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും വിളമ്പാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ടു. അപ്പോൾ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ഭക്ഷണം വിളമ്പാൻ പോവുകയാണ്. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരിയൊക്കെയാണ്, മീൻകറി ഉണ്ട്, കോഴിമുട്ട ഒന്ന് ചിക്കി പൊരിക്കണം. എന്നിട്ട് കറികളൊക്കെ പാത്രത്തിലൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും. പിന്നെ ഫിഷ് കറി ചൂരയാണ്. അപ്പോൾ എല്ലാം കൂടി വിളമ്പി എല്ലാവരും കൂടി കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോക്ക് ഒരു കമൻറ്റ് പോലും നിങ്ങൾ ഇടാറില്ല. എല്ലാവരും കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഒരു കമൻറ്റ് പോലും ഇടാറില്ല. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ അത് പറയാം. നെഗറ്റീവ്സായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ റിയൽ സ്റ്റോറിയാണ്, അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എന്താണോ അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു.